ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് മുംബൈ പോവാണ്. ഓക്കെ, അപ്പോൾ കറൻ്റ് ഇപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിലാണ്. ഇവിടെ നമുക്ക് ട്രെയിൻ കയറി ആലുവയിൽ വേണം. ആലുവയിൽ ഇറങ്ങി നമ്മുടെ ബ്ലാക്ക് മാമ്പ ടീമുണ്ട്, നമ്മുടെ അപ്സറും സർഫൊക്കെ ഉണ്ട്. സോ അവരൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ എറണാകുളം എയർപോർട്ടിൽ പോയിട്ട് അവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. രാത്രി 9:30 ഫ്ലൈറ്റ്. അപ്പോൾ എന്താ വെച്ചാൽ മുംബൈയിൽ പരിപാടി ഒരു ഇവൻ്റാണ്, നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ തന്നെ ഒരു ഇവൻ്റാണ്. എല്ലാവരും വരും, നമ്മുടെ സുനിൽ ഛേത്രിക്ക് എല്ലാവരും, നിതേഷ് കുമാർ റെഡ്ഡി, ക്രിക്കറ്റ് താരങ്ങളും ഫുട്ബോൾ താരങ്ങളും ഒക്കെ കൂടിയുള്ള ഒരു ഇവൻ്റാണ് ഈ ഫുട്ബോളിൻ്റെ, നമ്മുടെ ദിവാലി കപ്പിൻ്റെ ഒരു ഇവൻ്റാണത്. അപ്പോൾ എന്തായാലും പോയിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കണം. അപ്പോൾ നമ്മുടെ ഒപ്പം എന്നുള്ള നമ്മുടെ ആയുഷാണ്, ഇത് ആയുഷ്. അപ്പോൾ ആയുഷ് വരുന്നില്ല കേട്ടോ, ചെക്കൻ ജസ്റ്റ് നമ്മളെ ആക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം അവിടെ പോയിട്ട് ഇവൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാവുമെന്ന്. നമുക്ക് നേരെ ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ ബ്ലാക്ക് മാമ്പ ഫാമിലിയുടെ ഒപ്പം എത്തിയിട്ടുണ്ട്. ഹായ് ഗൈസ്, ഇപ്പോൾ അപ്സറും സർഫൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കയറാൻ പോവാണ്. ബോർഡിംഗ് പാസ് കിട്ടി. ഞാൻ കുറച്ച് പെട്ടായിരുന്നു, എന്തോ വയത്തിനെ രക്ഷപ്പെട്ടു. കള്ളവണ്ടി പറഞ്ഞവരെടുത്ത് വന്നേക്കണേ, പ്രൂഫിലൊന്നും ഇല്ലാണ്ട്. പക്ഷെ മൊബൈലിൽ പ്രൂഫ് ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. ശരിക്കും പറഞ്ഞാൽ ആധാർ കാർഡ് മിസ്സായി ട്രെയിനിൽ നിന്ന്. അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, താങ്ക്സ്. അപ്പോൾ ഗൈസ് നമ്മുടെ എൻട്രി എടുത്താണ് കേട്ടോ. ഓക്കെ, സോ നമ്മുടെ സ്പേസ് ജെറ്റിൻ്റെ ആണ് കേട്ടോ. ഓക്കെ, നോക്കിയോ ഗൈസ്. ഓക്കെ, സോ ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൽ കയറി സീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓക്കെയാണ്, കുഴപ്പമില്ല, ഫ്ലൈറ്റൊന്നും കുഴപ്പമില്ല പറയാം. ഓക്കെ, സോ സർഫ് ബായ് ഉണ്ട് ഇവിടെ, അപ്സർ ബായ് ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ജേണി ഒന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് അതിനെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എയർപോർട്ടിലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ നോക്കണ്ട. അപ്പോൾ ശരി, എന്തായാലും നോക്കി നോക്കാം എത്തുമല്ലേ ഇത്. പൈസ അപ്പോൾ നമ്മളിപ്പോൾ ലാൻഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മുംബൈയിൽ എത്തിയിട്ട് സേഫാണ്. നമുക്ക് എന്തായാലും പുറത്തിറങ്ങിയിട്ട് നോക്കാം. ആയി പോലോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെക്കൻ. ഓക്കെ, ഇതാണ് ഹുസൈൻ. ഓക്കെ, ഹുസൈൻ ആയി പോലോ. ഓറിയേ അഫ്സലാണ്. ഓക്കെ, അഫ്സൽ നമുക്ക് മുംബൈത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ കേട്ടോ. മുംബൈ എയർപോർട്ടിൽ എത്തിയൊക്കെയാണ്. ശോകമായിരുന്നു. എന്താ വെച്ചാൽ എയർ പ്രഷർ കാരണം 2 ചെവി അടിഞ്ഞു, ഭയങ്കര വേദനയൊക്കെയായിരുന്നു. ഞാൻ സൗദിയിൽ പോയപ്പോൾ 4 ഫ്ലൈറ്റിലാണ് ടോട്ടൽ കയറിയത്. അതേപോലെ ഒരു ഇഷ്യൂ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ വൻ ശോകമായി. ഇപ്പോഴും ചെവി തുറന്നിട്ടില്ല, തുറക്കുമെന്ന് അറിയില്ല. എനിക്ക് കുഴപ്പമുണ്ടായില്ല കേട്ടോ, എനിക്കെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ അഫ്സർ ഭായ് അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ബസ്സിൽ കയറാം. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മളുടെ ഫ്ലൈറ്റ് കേട്ടോ. ഓക്കെ ഗായ്സ്, ഇതിലാണ് വന്നത്. അയ്യോ, ഒന്നും പറയാനില്ല. ഓക്കെ, ബസ്സിലിരിക്കുന്ന ഫീലായിരുന്നു. ओके केरला कैसा हुआ? हाँ कुछ बोलो, केरला कैसा लगा? केरला बहुत ब्यूटीफुल था, बहुत अच्छा वो लगा, बहुत, लेकिन लोगों में बहुत एटीट्यूड था. थोड़ा एटीट्यूड था. ഓക്കെ, ആള് നമുക്ക് മുംബൈയിൽ കുറച്ച് സ്പോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലോർ ചെയ്യണം, 2 ദിവസം ഉണ്ട്. ഓക്കെ, കോൾ കരേഗ. ഓക്കെ, നന്ദി. വണക്കം തമിഴ്. अच्छा, वणक्कम तमिल. ഓക്കെ, ബൈ. ഓക്കെ, ഇതാണ് നമ്മുടെ ഛത്രപതി ശിവാജി, മറ്റേ സിനിമയൊക്കെയല്ലേ. അപ്പോൾ ആള് പണിത എയർപോർട്ടല്ല, പക്ഷെ ആളുടെ പേരിലുള്ള എയർപോർട്ടാണ്. ഓക്കെ, ഓക്കെ നോക്കി നോക്കാം. അവിടെ എത്തിയിട്ടൊക്കെ കാണാം ഗൈസ്. നമ്മൾ ഫൈനലി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ പോവാണ്. ഛത്രപതി ശിവജി എയർപോർട്ട്. ഓക്കെ, ഫസ്റ്റ് ടൈമാണ് ഈ എയർപോർട്ടിൽ. അപ്പോൾ ഛത്രപതി ശിവജി പേരിൽ മാത്രം കേട്ട് വന്നിട്ടുള്ള ഞാനാണ്. ഇപ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഛത്രപതി ശിവാജി എയർപോർട്ട് ഈസ് ഗുഡ്. ഓക്കെ, ടോയ്ലറ്റ് നോക്കി കിടക്കാം. അഫ്സർ ഭായ്, ഹൗ വാസ് ദി എയർപോർട്ട്? കണ്ടില്ലല്ലോ, കയറിയില്ലുള്ളൂ. ഇത് കുഴപ്പമില്ലാന്നുണ്ട്. പോയി നോക്കാം. ടോട്ടൽ നോക്കുമ്പോൾ കുഴപ്പമില്ല, ഇറ്റ്സ് ഗുഡ്. ഓക്കെ,
പൈസ അപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടോയ്ലറ്റാണ്, എല്ലാം ഓക്കെ ഉണ്ടോ. ഇനി പുറത്തിറങ്ങുക, ഫുഡ് കഴിക്കുക, പെടക്കനെ പെടാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ എയർപോർട്ടിൻ്റെ മുന്നിൽ തന്നെ വമ്പൻ സെറ്റപ്പാണ് കേട്ടോ. ഓക്കെ, ടോട്ടലി അടിപൊളി വൈബാണ്. അല്ല അപ്പോൾ അതിൻ്റെ രീതിയിലൊക്കെ വൈബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുംബൈ ക്രിസ്മസ് മിക്കവാറും ഈ മുംബൈയിലായിരിക്കും പ്രാവശ്യം ക്രിസ്മസും കാര്യങ്ങളൊക്കെ. ഓക്കെ, കുഴപ്പമില്ലാത്ത വൈബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. കുഴപ്പമില്ല കേട്ടോ. ഛത്രപതി ശിവജി എയർപോർട്ട് ഈസ് ഗുഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിവിടെ അടുത്തൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഹോട്ടൽ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അടിക്കാൻ. ഓക്കെ, ഷാലിമാറാണ്. ഷാലിമാർ നമ്മുടെ അവിടെ ഉണ്ട്. എവിടെ ചെറുതുരുത്തി ഷാലിമാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഷാലിമാർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അവിടെ പോയിട്ട് ഫുഡ് അടിച്ചായിട്ട് ഹോട്ടലിലേക്ക് പോകണമെന്നാണ് പ്ലാൻ. അപ്പോൾ അവിടെ സർഫ് ബായ് or അഫ്സർ ബായ് നോക്കാം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഫൈനലി നമ്മുടെ ഷാലിമാറിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഷാലിമാർ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച നമ്മുടെ ഷാലിമാർ. ഓക്കെ, ഷാലിമാർ റെസ്റ്റോറൻറ്റ്. ഫൈനലി നമ്മൾ ഷാലിമാറിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം വൈബാണ്, ഒരു രക്ഷയില്ല. കിടല റെസ്റ്റോറൻ്റ് കേട്ടോ. ഇതാണ് വ്യൂ. ഓക്കെ, ലക്സുറിയാണ്. സ്പെഷ്യൽ സാധനം നോക്കി ഓർഡർ ചെയ്യാനാണ്. ഓക്കെ, നോക്കട്ടെ. സ്പെഷ്യൽ സാധനം കിട്ടിയാൽ മതി. അഫ്സർ ഭായി ഏതാ എടുക്കേണ്ടത് നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നടക്കുക അഫ്സർക്ക. ഓർഡർ ചെയ്തു ഒരു ബിരിയാണി, ഒരു 3 ഞാൻ, ഒരു ബട്ടർ ചിക്കൻ, എല്ലാരും കൂടി 2000 രൂപയായി. ഒന്നും പറയണ്ട, റേറ്റ് വന്നപ്പോ അല്ല പിന്നെ ഒന്നും നോക്കണ്ട. ഞാൻ റിച്ചാർഡ് വാങ്ങിച്ചോ, അതൊക്കെയാണ് പ്രൈസ്. ഓക്കെ, ഒരു ചിക്കൻ ബിരിയാണി 500 രൂപ. അഫ്സർക്ക് ഡെയിലി ഇങ്ങനെ ഫുഡ് കഴിക്കണോണ്ട് കുഴപ്പമില്ല. ഇവിടെ കയറണമെന്ന് പറഞ്ഞേട്ടാ. മുംബൈയിൽ എൻജോയ് ചെയ്യാനാണെങ്കിൽ ഇവിടേക്ക് വന്നോ, കത്തിക്കാം. ടു എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിനുള്ളൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും കൊച്ചിയുടെ അത്ര ഇല്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സ്റ്റാർട്ടേഴ്സായിട്ട് നാരങ്ങ, അതുപോലെ തന്നെ ഉള്ളി വിത്ത് ഗ്രീൻ മസാല, എന്തായാലും പറയാം ചട്നി, ഗ്രീൻ ചട്നി. ഗൈസ്, അപ്പോൾ മയോനൈസ് ഇല്ല, ഗ്രീൻ ചട്നി വിത്ത് സവോള ഇതാണ് അടിക്കണം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒരു മയോനൈസ് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടുപോയി തന്ന്. മധുരമുണ്ട്, പുളിപ്പുണ്ട്, എല്ലാം ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല, കിട്ടിയത് ഓണം പോലെ. നമ്മുടെ ചിക്കൻ തന്തൂരി വന്നിട്ടുണ്ട്. ഓക്കെ, കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. സർവ് ചെയ്തിട്ടുണ്ട് അവിടെ. വൈകുന്നേരം നമുക്ക് ഇന്ത്യ ഗേറ്റ്, പിന്നെ അവിടെ ബോട്ട് പിടിച്ച് വേറൊരു സ്ഥലം മറൈൻ ഡ്രൈവ്. കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ വീഡിയോ കോളിൽ. രാവിലെ ഒരു സ്ഥലം ഫോട്ടോ ചോദിച്ചിട്ടുണ്ട്, കുറച്ച് സ്ഥലങ്ങളുണ്ട് കാണാൻ. പക്ഷേ ഇപ്പോൾ ഫുഡ് അവർ ചതച്ച് നമ്മളെ. ചിക്കൻ ബിരിയാണി ഉണ്ട് പറഞ്ഞു ആദ്യം, പിന്നെ അവരില്ല പറഞ്ഞു. ഈ ഹോട്ടല് ഷാലിമാർ എപ്പോൾ അവർ ഓർഡർ ചെയ്ത മെനു ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കുമ്പോഴാണ് ഇത് പറഞ്ഞത്. വേറെ നിവർത്തിയില്ല. നമ്മളെന്താ പറഞ്ഞത്, ഫ്രൈഡ് റൈസ് പറയാല്ലേ. ഫ്രൈഡ് റൈസ് കഴിയാനായിട്ട് ഇപ്പോൾ പോവുകയാണെങ്കിൽ വേറൊരു വീട് വിൽക്കാൻ ധാരണയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ. ഇനി വേറെ ഒന്നും പറയാനില്ല. നെക്സ്റ്റ് കോഴ്സ് വന്നിട്ട് കേട്ടോ. റൊട്ടി, ബട്ടർ ചിക്കൻ. ഓക്കെ, കഴിക്കട്ടെ. എങ്ങനെയുണ്ട് പറയാം കഴിച്ചിട്ട്. അഫ്ഗാനി ചിക്കൻ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഒരു അവറേജ് ഫുഡ്. ബട്ടർ ചിക്കൻ കൊള്ളായിരുന്നു. സത്യം പറഞ്ഞ ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് മുമ്പി, പിന്നെ ഒരു ഇറാനി തന്തൂരി എന്ന സംഭവം. അത് നമ്മൾ ഡ്രൈ ആണെന്ന് പറഞ്ഞത്, പക്ഷെ നല്ല ക്രീമി സാധനമായിരുന്നു. അതും ഇത് പറഞ്ഞാൽ കൊടുത്ത പൈസക്ക് വെറുത്താണോ ചോദിച്ചാൽ അല്ല. ഫ്രൈഡ് റൈസ് ഭയങ്കരമായിട്ട് മോശമായി തന്നെ പറയാം. ഭയങ്കര മോശം. അത് ഫുഡിനെ കുറ്റം പറയണല്ല, ബട്ടർ ചിക്കൻ കൊള്ളാം. കമ്പാരിറ്റീവ്ലി ടേസ്റ്റ് ഒരു അവറേജ്, ബിലോ അവറേജ് ടേസ്റ്റ്. പ്രൈസിന് പോകത്തല്ല. ഓക്കെ, ഇനി നാളെ എന്തെങ്കിലും പറ്റി നോക്കട്ടെ. ഗൈസ്, മല്ലു ഇതുവരെയായിട്ട് ബർഗർ കഴിച്ചിട്ടില്ലെന്ന്. അതുകൊണ്ട് ഇത്തവണ ഈ ഒരു ട്രിപ്പിൽ മല്ലുവിന് ഞാൻ ബർഗർ മേടിച്ചു കൊടുക്കണായിരിക്കും. അത് നിങ്ങൾ എന്തായാലും വീഡിയോ കൂടെ കാണും. ബർഗറേ
കഴിക്കാൻ തോന്നാത്തോണ്ടാ ഞാൻ കഴിക്കാത്തിട്ടോ, അത് വേറെ കാര്യം. ആ അതുകൂടി പറയും. അപ്പൊ വേണോ? അത് നമുക്ക് പ്ലാനിട്ട് നാളെയും കൂടി ഒക്കെ പ്ലാനിട്ട് നമുക്ക് ചിന്തിച്ചിട്ട് പറയാം. ഓക്കെ, ഇതുവരെ ബർഗർ കഴിക്കാത്ത ഒരാളാ ഞാൻ ആദ്യമായിട്ട് കാണണേ. അപ്പൊ പുള്ളിക്ക് നമ്മള് എന്തായാലും ബർഗർ മേടിച്ചു കൊടുക്കണായിരിക്കും. 500 ചെലവ് ബർഗർ. ഓക്കെ ഗൈസ്, ദാറ്റ് വാസ് റിയൽ. ഞാൻ ഇതുവരെ ബർഗർ കഴിച്ചിട്ടില്ല, കഴിക്കാൻ തോന്നാത്തതുകൊണ്ടാണ്. കാരണം നമ്മളെപ്പോലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ മെയിൻലി മന്തി ഐറ്റംസാണ് കഴിക്കാറ്. അപ്പോൾ കഴിക്കാറില്ല, ട്രൈ ചെയ്യും. ഇത്തവണ എന്തായാലും ട്രൈ ചെയ്യും. ഗായ്സ്, നമുക്ക് നമ്മുടെ ഓട്ടോ അണ്ണനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഷാറൂഖ് ഭായ് ആണ് ഇന്ന് നമ്മുടെ ഓട്ടോ ഓടിക്കുന്നത്. ഷാറൂഖ് ഭായ്, നൈസ് ടു മീറ്റ് യു. ഒരു ഹായ് പോലത്തെ. ഓ ചെങ്ങായി പൊളിയാണ്ടോ. ചെങ്ങായി അടിപൊളിയാ. घूमने के लिए मस्त है. खाना भी मिलेगा फुल नाइट, घूमने को भी मिलेगा फुल नाइट. ഇവിടെ അണ്ണൻ മാസ് റൈഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷാറൂഖ് ഭായ് കാ മാസ് റൈഡ്. മുന്നിൽ പോടാ ഷാറൂഖ് ഭായ്. ഷാറൂഖ് नहीं, ഷാറൂഖ് ഭായ്. कितना टाइम हो गया आपको? 1 hour एयरपोर्ट से आ गया. ഷാലിമാർ पर फूड കഴിച്ച് ഇരുന്നു. शालीमार है लेकिन अच्छा ही नहीं है भाई. खाने को आए थे इधर. हाँ, खाना खाने का तो कुरला ही अच्छा है, बेस्ट है. हाँ कुर्ला. जैसे कि अपना क्या बोलते हैं उसको, ഓട്ടം അറിയാൻ വേണ്ട അഫ്സർ ഇരിക്കുന്നുണ്ട് ഇവിടെ. 100 kg ഇരിപ്പുണ്ടെന്ന് പറയാം. ഗൈസ്, ഫൈനലി വി ആർ എച്ച് ഹോട്ടൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോട്ടൽ. അഫ്സർക്ക് ചെക്ക് ഇൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ലുക്ക് ഈസ് ഓക്കെ. അഫ്സർക്ക് അവിടെ ബുക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ദിസ് ഈസ് അവർ. മല്ലുവിനും വക്കുവിനും വരാൻ പറ്റില്ല ഗൈസ്. അഫ്സർ ഭായ് സർഫൊക്കെ അതുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നോയേണ്ട അരമണിക്കൂറിന് ശേഷം നമുക്ക് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നൂർ അഫ്സർ ഗായ്സ്. അപ്പോൾ നമ്മൾ അവസാനം നമ്മുടെ റൂമിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. റൂം അതിൻ്റെ ലോഡ്ജ് റൂം അത്ര പോരാ, നോട്ട് വെർത്ത് ഫോർ മണി. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ അഫ്സർ ഭായ് ഉണ്ട്, സർഫ് ഭായ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പുറത്ത് വിടണില്ല. ഓക്കെ, ഇപ്പോൾ റൂം ഷോക്കാണ്. എന്തായാലും നോക്കി നോക്കാം. ഓക്കെ.